നമസ്കാരം. ജോൺ ബ്രിട്ടാസിന് നെല്ലിക്കാത്തളം വെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാര്യം എന്താണെന്നല്ലേ? അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളെക്കുറിച്ച് ഒന്നും അറിയാതെ പാർലമെന്റിൽ പോയി ചോദ്യം ചോദിക്കും. ആദ്യം നമുക്ക് സംഭവം ഒന്ന് നോക്കാം. US ഇന്ത്യക്ക് ചുമത്തിയ തീരുവയെക്കുറിച്ചായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം. എന്നാൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക പരസ്പര താരിഫ് ചുമത്തിയിട്ടില്ലെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞു. താരിഫ് നോൺ താരിഫ് തടസ്സങ്ങൾ കുറയ്ക്കുന്നതിന് ഇന്ത്യയും അമേരിക്കയും പരസ്പരം പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാന വ്യാപാര പ്രശ്നങ്ങൾ ഉഭയകക്ഷിപരമായി പരിഹരിക്കുന്നതിനുള്ള ഒരു ഉഭയകക്ഷി പ്രക്രിയ നടന്നു വരികയാണെന്നും കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. വ്യാപാര തടസ്സങ്ങൾ നീക്കാൻ US-ഉമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രം പറയുന്നു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിയിലധികം വർദ്ധിച്ച് $500 ബില്യൺ ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നതെന്ന് മിഷൻ 500 പ്രകാരം ഇന്ത്യയും US-ഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും 2025 ഫെബ്രുവരി 13 ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. അഭിലാഷമായ മിഷൻ 500 പ്രകാരം 2030 ആകുമ്പോഴേക്കും US ഇന്ത്യ വ്യാപാരം ഇരട്ടിയിലധികം $500 ബില്യൺ ഉയർത്താൻ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നു. ഇത് ഒന്നിലധികം മേഖലകളിലെ വ്യാപാര ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതാണ്. ഇതാണ് കേന്ദ്ര സഹമന്ത്രിയുടെ വാക്കുകൾ. ഏപ്രിൽ 2 മുതൽ ഇന്ത്യക്ക് മേൽ പരസ്പരമുള്ള US തീരുവകൾ ചുമത്തുമെന്ന് ഭീഷണി US പ്രസിഡന്റ് ട്രംപ് നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തീരുവ ചുമത്തിയാൽ ട്രംപിന്റെ പരസ്പര താരിഫുകൾ കയറ്റുമതിയെ ബാധിക്കും. ഇത് ഇന്ത്യയുടെ GDP-യുടെ 22% വരും. ഇത് ആഗോള വ്യാപാര വളർച്ച മിതമായതും വ്യാപാര അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇന്ത്യയുമായി എനിക്ക് വളരെ നല്ല ബന്ധമാണുള്ളത്. പക്ഷേ ഇന്ത്യയുമായി എനിക്കുള്ള ഒരേ ഒരു പ്രശ്നം അവർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് എന്നതാണ്. അവർ ആ താരിഫുകൾ ഗണ്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഏപ്രിൽ 2 അവർ ഞങ്ങളിൽ നിന്ന് ഈടാക്കുന്ന അതേ താരിഫുകൾ ഞങ്ങൾ അവരിൽ നിന്നും ഈടാക്കും. ഇതാണ് ട്രംപിന്റെ വാക്കുകൾ. എന്തായാലും മോദി ഭരിക്കുമ്പോൾ ബ്രിട്ടാസ് പേടിക്കേണ്ട, ഇന്ത്യക്കൊന്നും സംഭവിക്കില്ല. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.